നമ്മുടെ ബ്ലഡിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കൂട്ടാനായാലും അതുപോലെ തന്നെ ഡെങ്കിപ്പനി സംബന്ധമായി ഉണ്ടാകുന്ന പല സിംറ്റംസും ചികിത്സിക്കാനും ഇത് നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. മറ്റ് പല അസുഖങ്ങൾക്കും പപ്പായയുടെ ഇല ഉപയോഗിച്ച് വരുന്നുണ്ട്. പപ്പായയുടെ ഇലയ്ക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. പപ്പായയുടെ ഇല കൊണ്ട് തയ്യാറാക്കുന്ന ടീക്കും ഒരുപാട് ഗുണങ്ങളുണ്ട്. എങ്ങനെയാണ് പപ്പായയുടെ ഇല കൊണ്ട് ഈ ഒരു ചായ തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് ആ ചായയുടെ ഗുണങ്ങളെന്നും ഒക്കെ നോക്കാം. ഈ ഒരു ഹെൽത്തി ടീ തയ്യാറാക്കാനായിട്ട് നമുക്ക് പപ്പായയുടെ ഇലയാണ് ആവശ്യമുള്ളത്. കുറച്ച് തളിരില എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. ഒന്നുകിൽ ഇഞ്ചി അരിഞ്ഞെടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഇനി അടുത്തതായിട്ട് വേണ്ടത് 1 സ്പൂൺ അളവിന് തേനാണ്. തേനില്ല എങ്കിൽ പകരമായിട്ട് നാരങ്ങാ നീരും ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളമാണ്. ഇനി തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ പപ്പായയുടെ ഇല ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം. ഈ പപ്പായയുടെ ഇല ഡെങ്കിപ്പനി സംബന്ധമായിട്ടുണ്ടാകുന്ന പല സിംറ്റംസും ചികിത്സിക്കാനായിട്ട് വളരെ നല്ലതാണ്. മാത്രമല്ല നമ്മുടെ ബ്ലഡിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും പപ്പായയുടെ ഇല കൊണ്ടുള്ള ചായ നല്ലതാണെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിനകത്തേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഈ വെള്ളം ചെറുതായി ചൂടായി വരുമ്പോഴേക്കും നമ്മൾ മുറിച്ചെടുത്തു വെച്ച പപ്പായയുടെ ഇലകളും അരിഞ്ഞെടുത്തു വെച്ച ഇഞ്ചി കഷ്ണങ്ങളും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. പപ്പായയുടെ ഇല ഒന്ന് ചെറുതായിട്ട് വാടി കിട്ടുന്നത് വരെയും അതുപോലെ തന്നെ ഈ വെള്ളത്തിനൊരു ചെറിയ ഗ്രീൻ കളർ ആകുന്നത് വരെയും ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഒരു 5-10 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നതാണ് നല്ലത്. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം തിളപ്പിക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കിയതിന് ശേഷം ഈ ചായ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പപ്പായ ലീഫ് ടീ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ ബ്ലഡിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കൂട്ടാനായാലും അതുപോലെ തന്നെ ഡെങ്കിപ്പനി സംബന്ധമായി ഉണ്ടാകുന്ന പല സിംറ്റംസും ചികിത്സിക്കാനും ഇത് നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. മറ്റ് പല അസുഖങ്ങൾക്കും പപ്പായയുടെ ഇല ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് രുചിക്ക് ആവശ്യമായ അളവിൽ തേൻ ചേർത്ത് കൊടുക്കുക. 1 സ്പൂണിൽ കൂടുതൽ തേൻ ചേർക്കേണ്ട ആവശ്യമില്ല. തേൻ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. തേന് പകരമായിട്ട് വേണമെങ്കിൽ നമുക്ക് നാരങ്ങാ നീരും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പപ്പായയില കൊണ്ടുള്ള ചായ തയ്യാറാണ്. ഇത് ഒരു ചെറിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ് വീതം ദിവസവും കുടിക്കുന്നത് വളരെ നല്ലതാണ്. പപ്പായയുടെ ഇല കൊണ്ടുള്ള ചായ കുടിച്ചാൽ ഒട്ടനവധി ഗുണങ്ങളാണെന്ന് മനസ്സിലായില്ലേ? നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ കുറഞ്ഞ അളവിൽ കുടിച്ചാൽ മതിയാകും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ഹെൽത്ത് ടിപ്സിനായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.